എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ നമ്മുടെ ആരോഗ്യ രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില വസ്തുതകളെക്കുറിച്ചാണ്. നമ്മുടെ ഹെൽത്ത് സെൻ്ററുകളിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജിലും ഇപ്പോൾ ഡോക്ടേഴ്സ് ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രോബ്ലം, അവർ കൊടുക്കുന്ന കുറിപ്പിലെ മരുന്നുകൾ ഹോസ്പിറ്റലുകളിൽ ലഭ്യമല്ല. വളരെ നിർധനരായ രോഗികളാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കുന്നത്. ഇവിടുത്തെ ഡോക്ടർമാരും വളരെ മാനസിക സംഘർഷത്തിലാണ്. കാരണം അവർ രോഗവിവരമറിഞ്ഞ് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്ന മരുന്നുകൾ ലഭിക്കാത്തിടത്തോളം കാലം രോഗികളുടെ അസുഖങ്ങൾക്ക് ഒരു ശമനമുണ്ടാകില്ല. തിരിച്ചും രോഗികൾ ഡോക്ടേഴ്സിനെ ബന്ധപ്പെട്ട് അസുഖം മാറിയില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രധാന കാരണം ഡോക്ടർ കൊടുത്ത കുറിപ്പിനനുസരണമായ മരുന്നുകൾ ഉപയോഗിക്കാത്ത കാരണമാണ്. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വളരെ കഴിവുള്ള ഡോക്ടേഴ്സാണ് നമ്മുടെ ഹോസ്പിറ്റലൊക്കെ ഉള്ളത്. പക്ഷേ അതിനുള്ള സൗകര്യങ്ങൾ, ഫെസിലിറ്റീസ് അവർക്ക് കിട്ടിയില്ലെങ്കിൽ അവരുടെ സർവീസിന് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രധാനമായി ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിലവാരം പുലർത്തുന്ന വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റൽസുകളുണ്ട്. അവർ ഗവൺമെൻറ് ആശുപത്രിയിൽ ഉള്ള എല്ലാ സ്പെഷ്യലിറ്റിനെയും അവർ റാഞ്ചാൻ വേണ്ടി പലവിധ ഓഫറുകളും കൊടുത്ത് തിരഞ്ഞു നടക്കുകയാണ്. എന്നാൽ ഒരു സർട്ടൻ എത്തിക്സ് ഉള്ള ഡോക്ടേഴ്സ്, മെഡിക്കൽ എത്തിക്സ് ഉള്ള ഡോക്ടേഴ്സ് അവരൊരിക്കലും വലിയ ആനുകൂല്യങ്ങളുടെ പിന്നാലെ പോകാറില്ല. ഒരു ചില ഡോക്ടേഴ്സ് അവർ MBBS ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവരുടെ പല പേരൻസും പറഞ്ഞിരിക്കും, മക്കളെ, നീ ഒരു ഡോക്ടറായി കഴിഞ്ഞാൽ നീ ഏറ്റവും കൂടുതൽ സർവീസ് ചെയ്യേണ്ടത് പാവപ്പെട്ടവർക്ക് വേണ്ടിയായിരിക്കണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഒരു പക്ഷേ ഈ ഡോക്ടേഴ്സിൻ്റെ വിലയിൽ നിന്ന് മറ്റൊരു ഡോക്ടേഴ്സ് അവർക്ക് ആദ്യമായി പോകുന്ന ഇവരായിരിക്കാം. അപ്പോൾ ആ പേരൻസിൻ്റെ വാക്കുകളെ ഏറ്റവും കൂടുതൽ ഗൗരവം കൊടുത്ത് അവരുടെ ആഗ്രഹങ്ങളെ സഫലീകരിക്കാനാണ് ഇന്ന് പല പ്രസക്ത ഡോക്ടർമാരും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ സേവനം ചെയ്യുന്നത്. രണ്ടാമതായി, ഇന്ന് അവിടെ എത്തുന്ന രോഗികൾക്ക് ശരിയായ ഒരു കിടക്ക വരെ കൊടുക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലാണ് തറയിൽ കിടക്കുക. അതല്ലെങ്കിൽ ഒരു ബെഡിൽ 2 പേർ ഷെയർ ചെയ്യുക. ഇത് വളരെ അൺഹെൽത്തി പ്രോബ്ലമാണ്. ഇതിൻ്റെ എല്ലാം പ്രധാന കാരണങ്ങൾ ഈ മന്ത്രി തലങ്ങൾ, ഇതിൻ്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് എന്ന മന്ത്രി, അദ്ദേഹത്തിന് അവർക്ക് ഇതിനെപ്പറ്റി യാതൊരു വിവരവുമില്ല. ഈവൻ അറ്റ്ലീസ്റ്റ് ഒരു ഫസ്റ്റ് എയ്ഡ് ചെയ്യാനുള്ള നോളജിങ് ഇല്ലാത്ത ഇവർ മന്ത്രിപദങ്ങളിൽ നിന്ന് ഇവർക്ക് എങ്ങനെയാണ് ഒരു ഹോസ്പിറ്റൽ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് പറ്റുന്നത് എന്താ പറയുക, സമരം ചെയ്യുക, പ്രതിപക്ഷത്തെ അല്ലെങ്കിൽ ഭരണപക്ഷത്തെ ആക്ഷേപിക്കുക. ഇതിങ്ങനെയുള്ള തിരിഞ്ഞും മറിഞ്ഞുള്ള ഇതാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മുടെ ആൾക്കാർ വോട്ട് ചെയ്യുമ്പോഴെന്ന് പറയേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ MLA ആക്കാൻ പോണ വ്യക്തികളോട് പറയേണ്ടത്, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലും, ഇനിയിപ്പോൾ പബ്ലിക് വർക്സിലായിരുന്നാലും മെഡിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ഏത് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നാലും ആ ഡിപ്പാർട്ട്മെൻറ്റുമായി ശകലം ഒരു 10% നോളേജ് ഉള്ളവരെ ആയിരിക്കണം ആ മുകളിൽ പ്രദർശിപ്പിക്കേണ്ടത്. അല്ലെങ്കിൽ അവർ പോയി സമരം ചെയ്തിട്ട് മന്ത്രി ആയിക്കോട്ടെ, പക്ഷേ അവരിങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടാതെ അതിന് കഴിവുള്ള ആൾക്കാരെ നിയമിച്ച് അവരെ കൊണ്ട് ഭരണം നടത്തിക്കുക. കാരണം എല്ലാം ഇവർ തന്നെ ഭരണം നടത്തിയാലാണ് എല്ലാം കുളമാകുന്നത്. ചുമ്മാ അമ്മയെന്ന് വിളിച്ചിട്ടും കപ്പലിൻ്റെ കഥ പറയും, വല്ല ഉപന്യാസം എഴുതി വായിക്കുന്നവരെല്ലാം മന്ത്രിപദങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ അതെല്ലാം നാശം. ആ നാശത്തിൻ്റെ വക്കിലാണിപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ചെന്നെത്തിയിരിക്കുന്നത്. സോ കഴിയുന്നതും ഈ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരൊന്ന് ശ്രദ്ധിക്കുക, പാവം പിടിച്ച രോഗികളെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കുക, അവർക്ക് വേണ്ട
ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ധനമന്ത്രിക്കാണെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നോക്കണം. ധനമന്ത്രിയും ടെൻഷൻ അടിച്ചങ്ങാണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ടെൻഷൻ. കാരണം അദ്ദേഹത്തിൻ്റെ അസൈൻമെൻറ്റ് കറക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. എല്ലാവരും അങ്ങർക്ക് പ്രഷർ കൊടുക്കും. മന്ത്രി ആയിരുന്നാലും ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിരുന്നാലും അയാളുടെ ഒരു മനുഷ്യൻ അയാൾ എവിടെ നിന്നാണ് കൊണ്ടുവരിക? അപ്പോൾ ഈ പ്രസ്താവനകൾ മാത്രം നിൽക്കുക, പ്രസ്താവനകൾ മാത്രം നടത്തുക, അങ്ങനെ ഒരു വ്യക്തിക്ക് മന്ത്രിയാകാൻ പറ്റില്ല. വല്ല കഥകളും പറയാൻ വേണ്ടി മാത്രം യോഗ്യതരായിട്ടുള്ളവരെ മന്ത്രി തലങ്ങളിലാക്കിയാലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നശിച്ചു പോകും. സോ കഴിയുന്നതും മനുഷ്യൻ്റെ ജീവന് വില കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ അവരുടെ വോട്ടൊക്കെ വാങ്ങിയിട്ടാണല്ലോ നിങ്ങളിങ്ങനെ ജീവിക്കുന്നത്. നിങ്ങൾക്കൊരു അസുഖം വന്നാൽ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും പാവം പിടിച്ചവൻ്റെ നികുതി പണത്തിൽ നിന്ന് നിങ്ങളെടുത്ത് നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് നടത്തും. പക്ഷെ പാവപ്പെട്ടവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും പറ്റില്ല. സോ ദയവ് ചെയ്ത് സാധിച്ചാൽ ഈശ്വരൻ നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് ചെയ്യും. ഒരു കുഴപ്പമില്ല. വെറും ചീപ്പ് പോപ്പുലാരിറ്റിക്ക് വേണ്ടി എന്തെങ്കിലും പ്രസ്താവനകൾ ഇറക്കുന്നതിന് പകരം നേരെ മുന്നിൽ ചെന്ന് രോഗികളെ കാണുക, ഡോക്ടേഴ്സിനെ കാണുക, അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഇതിനു വേണ്ടി ഒരു ഉദ്യോഗതലത്തിൽ അവിടെ നിവേദനം വെച്ച് ഞാൻ റിപ്പോർട്ട് അയച്ചിട്ടുണ്ട്, അവിടെ ഇപ്പോൾ സാങ്ഷൻ വരും. ഒന്നും നടക്കില്ല. ഖജനാപരമൊന്നും ഇല്ലെങ്കിൽ ഒരു സാങ്ഷനും നടക്കില്ല. ഉള്ളത് തന്നെ ഇപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് വാങ്ങുന്ന എയ്ഡ് തന്നെ വാങ്ങുന്ന ഒന്നിന് ചിലവാക്കുന്നത് മറ്റൊന്നിന്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടുകൾ മാറ്റുക. ഇനി വരുന്ന മന്ത്രിസഭയെങ്കിലും വിവരമുള്ളവരെ മന്ത്രിയാക്കാൻ ശ്രമിക്കുക എന്ന് വിചാരിച്ച് ഇപ്പോൾ ഇവിടെ ഒരു വിവരം കെട്ടണമെന്ന് ഞാൻ പറയുന്നില്ല. അവർക്ക് വിവരമുണ്ട്. പക്ഷേ അവരുടെ വിവരം, അവരുടെ എക്സ്പീരിയൻസ് എവിടെയാണ് വേണ്ടത് ആ ഭാഗത്തല്ല അവർ നിൽക്കുന്നത്. അവർക്ക് കൊടുക്കാൻ വയ്യാത്ത, അവർക്ക് ഒരു ബന്ധവുമില്ലാത്ത സബ്ജക്റ്റുകളാണ് ഓരോരുത്തർ പിടിച്ചാക്കിയിരിക്കുന്നത്. സോ ഒന്നിക്കൽ കൂടി ഈ എല്ലാ മന്ത്രിമാരോടും ഒന്ന് ഉപദേശിക്കാനേ ഉള്ളൂ. സാധിച്ചാൽ നിങ്ങൾ ബാക്കിയുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് കഷ്ടപ്പെടുന്ന രോഗികളുടെ ബുദ്ധിമുട്ടിന് ഒരു പരിഹാര മാർഗം കണ്ടെത്തുക. അവർക്ക് ആവശ്യമുള്ള മരുന്നുകൾ എത്തിപ്പിക്കാനുള്ള സൗകര്യം ചെയ്യുക. മരുന്ന് കമ്പനിക്കാർക്ക് കാശ് കൊടുക്കുക. അവർക്ക് കാശ് കൊടുക്കാത്തതാണ് അതെന്നിരിക്കുന്നത്. അതിപ്പോൾ എന്തായാലും ഒരു ചെറിയ പെട്ടിക്കടയിൽ പോയി കഴിഞ്ഞാലും ആൾക്കാർ കടം വാങ്ങി ഒരു പരിധി കഴിഞ്ഞാൽ അവർ കൊടുക്കില്ല. കാര്യം അത് അവരുടെ കട പൂട്ടേണ്ടി വരും. സെയിം തന്നെയാണ്. മരുന്ന് കമ്പനിക്കാർ കോടിക്കണക്കിന് ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് തിരിച്ച് കിട്ടണമെങ്കിൽ അവർ മരുന്ന് കൊടുക്കില്ല. അനുഭവിക്കുന്ന ആരാ? സോ ആ ഒരു ചീഞ്ഞ നാറിയ വ്യവസ്ഥയെല്ലാം മാറ്റി ഒരു ഫ്രഷ് രീതികൾക്ക് തുടക്കം കുറിക്കുക. വേണ്ട സഹായം കൊടുക്കുക. ഡോക്ടേഴ്സിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അവരെ ഡീമോറലൈസ് ചെയ്യാതിരിക്കുക. ഇതാണ് ഉദ്യോഗതലത്തിൽ നിന്നും മറ്റും നമുക്ക് കിട്ടേണ്ടത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിച്ചാലും. കാണാം വീണ്ടും അടുത്തൊരു വീഡിയോയുമായി. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.